എന്റെ പണം എവിടെ? അറിയില്ല, സത്യമായിട്ടും എനിക്കൊന്നും അറിയില്ല. ഞാൻ ഒരുപാട് അന്വേഷിച്ചു, ഒരു തുമ്പും കിട്ടിയില്ല. നീ അവനെവിടെ എത്തിച്ചത്? പണവുമായി അവൻ മുങ്ങി പോയിക്കോട്ടെ, പക്ഷേ എനിക്ക് അവനെ വേണ്ട, നിന്നെ മതി. നിന്നെ കൊളുത്തി ഞാനൊരു ചൂണ്ടയിടും, അവനതിൽ കൊത്തും, കൊത്തിക്കും. എന്താ ട്രാഫിക്! ടാക്സ് ഒക്കെ കറക്റ്റായിട്ട് പിടിക്കുകയും ചെയ്യും, റോഡൊട്ട് നന്നാക്കത്തുമില്ല. എന്താ മാഡം ഇന്നൊരു ഹാപ്പി മൂഡിലാണല്ലോ. നമ്മുടെ പുത്രനെ കുറിച്ച് വല്ല ന്യൂസും ഉണ്ടോടി? ഉണ്ട്. ആ, എന്നാ പറ. നല്ലൊരു ന്യൂസ് ഉണ്ട്. ബാപ്പയ്ക്ക് കേട്ട അഭിമാനം തോന്നുന്ന ന്യൂസ്. അവന്റെ ഫിലിമിന്റെ ഷൂട്ടിംഗ് തുടങ്ങിയോ? അതൊന്നും അല്ല. പിന്നെ ഞാൻ അവന്റെ പഴയ സെൽഫോണിൽ ലേറ്റ് നൈറ്റിലൊന്ന് വിളിച്ചു നോക്കി. പുതിയ കണക്ഷൻ സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് വെറുതെ ഒന്ന് വിളിച്ചു നോക്കിയതാ. എടുത്തൊരു പെൺകൊച്ച് തിരിച്ചു മറിച്ചും ചോദിച്ചിട്ട് അവള് വിട്ടു പറയുന്നില്ല. കളഞ്ഞു കിട്ടിയ ഫോണാണെന്നാ അവള് പറയുന്നേ. അപ്പോ അവനെ കെട്ടിക്കാൻ സമയമായെന്നർത്ഥം. അതല്ലേ രസം. പേര് വർഷ. വർഷയോ? ആ, അപ്പോ സംശയിക്കണ്ട, മൺസൂണിലെ ഹീറോയിൻ, നിന്റെ ഫ്യൂച്ചർ മരുമകൾ. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ട്രെൻഡ് വെച്ച് നോക്കിയാൽ ഗേൾഫ്രണ്ട് ആകാനും മതി. അതായത് ലിവിങ് ടുഗദർ. ഇവനെ ഇങ്ങനെ കയറൂരി വിടാൻ പറ്റില്ല. മാസം 3 വീട്ടിൽ വന്നിട്ട് പേരിന് ഇടയ്ക്കൊരു വിളി. അവനിങ്ങ് വരുമടി. ഡയറക്ടർ തൊപ്പി തലയിൽ കയറുന്നവരെയുള്ള ഒരു സിനിമാക്കാരൻ്റെ അലച്ചൽ അത് നിനക്ക് മനസ്സിലാവില്ല. അവൻ്റെ മൺസൂണിൽ എനിക്കൊരു വേഷം ചെയ്യണം. മോളൊന്നും വേണ്ട, നീ നോക്കിയോ. ഒരു ഫിലിം പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര പണം വേണ്ടി വരും? കോടികൾ വേണം. നിന്റെ ചോദ്യത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. എന്നെപ്പോലെ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥന് ഒരിക്കലും സ്വപ്നം പോലും കാണാൻ പറ്റാത്തതാ. ശരിയാവും, അവന്റെ ഡ്രീം അത് നടക്കും. ഇങ്ങനെ ഒരു ഭ്രാന്തുണ്ടോ? ഒരു ഫോൺ പോലും ചെയ്യാതെ നിങ്ങൾ അവൻ പറയുന്നതിനെല്ലാം എസ് മൂളിയിട്ടാ. അങ്ങനെ ഒരു എസ് മൂളിയത് കൊണ്ടാ പലരും ഇന്നത്തെ പൊസിഷനിലെത്തിയത്. സിനിമ അവന് വെറും ഒരു ക്രേസ് അല്ല, ഇറ്റ് ഈസ് ഇൻ ഹിസ് ബ്ലഡ്. സിനിമ ശരിക്കും ഒരു ചുഴി പോലെയാ. ചുറ്റും വരുന്നവരെ കൂടെ അത് വലിച്ചകത്തേക്കിടും. നശിക്കുന്നവരുമുണ്ട്, ജയിക്കുന്നവരുമുണ്ട്. നോക്കുമ്പോൾ പരന്നു കിടക്കുന്ന കായൽ എങ്ങോട്ട് ഓടിക്കാമെന്ന് തോന്നും. വള്ളച്ചാൽ വിട്ടുപോയ മരക്കുറ്റിയും മണൽത്തട്ടയൊക്കെ കാണും. റോഡിലില്ലാത്ത ഒന്നുകൂടിയുണ്ട്, കാറ്റ്. കാറ്റിൻ്റെ ദിശ നോക്കണം. ഒരു കണക്കിന് ജീവിതം പോലെ തന്നെ ബോട്ട് ഓടിക്കലും. തക്ക സമയത്ത് ഒറ്റിത്തിരിച്ചില്ലേ പെട്ടുപോകും. ആ, അങ്ങനെ പെട്ടവരാണല്ലോ നമ്മൾ രണ്ടുപേരും. നിന്റെ കൈവഴി പാടുന്നു, വിട്, ഞാൻ ഓടിക്കാം. ഹലോ അമ്മാസേ. ഹോ, ഭാഗ്യം കിട്ടിയല്ലോ. എന്താടാ, എത്ര നാളായി നീ വിളിച്ചിട്ട്? എവിടെയാ നീ? ഇന്നലെ രാത്രി ഒരുപാട് ട്രൈ ചെയ്തു. അതമ്മക്ക് ഷൂട്ടിങ്ങിനെ പറ്റി അറിയാത്തോണ്ടാ. ഇന്നലെ പാക്കപ്പ് ആയപ്പോ ലേറ്റ് ആയി. എന്താടാ ഒരു കടകടാന്നൊരു ശബ്ദം? ബോട്ടിന്റെ ശബ്ദം പോലെ. മമ്മൂക്ക ബോട്ട് ഓടിക്കുന്ന സീനാ സാറിപ്പ് എടുത്തോണ്ടിരിക്കുന്നേ. മമ്മൂട്ടിയോ? ഷോ, നിന്റെ അടുത്തുണ്ടോ മമ്മൂട്ടി? അതെന്താ, അമ്മക്ക് മമ്മൂക്കയോട് സംസാരിക്കണോ? അയ്യോ വേണ്ട, എനിക്ക് ഭയങ്കര ഇഷ്ടാ മമ്മൂട്ടിയെ. മഹാരാജാസില് ഞങ്ങളുടെ സീനിയർ ആയിരുന്നു. പക്ഷെ പുള്ളിക്ക് വല്ലതും തോന്നോ? ഹേയ്, എന്തു തോന്നാൻ? 1 മിനിറ്റ് ഞാൻ പുള്ളിക്ക് കൊടുക്കാം. മമ്മൂക്ക, എന്റെ അമ്മയാ. അമ്മക്ക് മമ്മൂക്കയോടൊന്ന് സംസാരിക്കണമെന്ന്. ഞാനോ? പ്ലീസ്.
ഹലോ മമ്മൂട്ടിയാ, അനാസിന്റെ അമ്മയല്ലേ? അതെ. അവൻ ആള് പിടിക്കല കേട്ടോ. നോക്കട്ടെ, നല്ല സ്റ്റോറി കൊണ്ടുവന്നാ ഞാൻ ഡേറ്റ് കൊടുത്തേക്കാം. ഞങ്ങളുടെ ഫിഷിങ്ങില്ല, അല്ല ഷൂട്ടിംഗ്. ഞാൻ അവനെ കൊടുക്കാം. ആ ശരി. എൻ്റെ ഒരു അടിപൊളി. ആ അമ്മേ, സന്തോഷമായില്ലേ? അപ്പൊ വാപ്പിച്ചിയോട് പറഞ്ഞേക്കണം സാക്ഷാൽ മമ്മൂട്ടിയോട് സംസാരിച്ചെന്നു. ഇതെന്താടാ മമ്മൂട്ടിയുടെ ഒച്ച വല്ലാണ്ട്? അത് പിന്നെ ബോട്ടിലല്ലേ, ഭയങ്കര കാറ്റ്, ബോട്ടിന്റെ സൗണ്ട്. മമ്മൂക്കയ്ക്ക് നല്ല പനിക്കോളുണ്ട്. ഓ ശരി ശരി. അതെ, ഒരു കാര്യം ചോദിക്കാനാ ഞാനിപ്പോ വിളിച്ചത്. നിന്റെ പഴയ നമ്പർ ആ മൊബൈൽ കളഞ്ഞുപോയോ? ഇല്ല. അല്ല, അതെ, അത് കളഞ്ഞുപോയി. എന്നെ ഈ നമ്പറിൽ വിളിച്ചാൽ മതി അമ്മേ. എന്നാ അതൊരു പെൺകുട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. വർഷ എന്നാ അവളുടെ പേര്. നീ താമസിച്ചിരുന്ന വീട്ടിലാ അവളുടെ താമസം. എന്താടാ ഒരു ചുറ്റിക്കളി? അവള് പറയുന്നു നിന്നെ അവൾക്ക് അറിയേയില്ലെന്ന്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആ ഫോൺ ഒരു പെണ്ണിന് കിട്ടിയെന്നോ? അവള് ഞാനെടുത്ത വീട്ടിലോ? അങ്ങനെ വരാൻ ഒരു ചാൻസും ഇല്ലല്ലോ. എന്നാ ഞാൻ പിന്നെ നുണ പറയോ? അത് നിന്നോട്. നീ ചെന്നൊന്ന് അന്വേഷിച്ചു നോക്ക്. ഒരു മാസം കൂടി പിടിക്കും. എന്നാ ഞാൻ വെക്കട്ടെ, ഡയറക്ടർ വിളിക്കുന്നു. ഇടയ്ക്ക് വിളിക്കാൻ മറക്കരുതേ. ശരി അമ്മേ. ഒറ്റ ഒരുത്തനും രക്ഷപ്പെടരുത്. ശരി സർ. മണി മണി, ആ ക്യാമറ നമുക്കേ അകത്തുനിന്നുള്ള ഷോട്ടാ. കഥ തുറക്കുമ്പോൾ പോലീസ്. ഓക്കെ, ഒരു ലോ ആംഗിൾ വെച്ച്. ശരി, നോക്കാം. ആ പ്രവീൺ, ക്യാമറ അങ്ങോട്ട് എടുത്തു. സർ, 2-3 മിസ് കോൾ ഉണ്ടായിരുന്നു. എടുത്തിട്ട് ഷോട്ടിലാന്ന് പറഞ്ഞുകൂടായിരുന്നോ? ഹലോ, എവിടാ നീ? ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട് എല്ലാം കളഞ്ഞു കുളിച്ചു. എന്നിട്ട് ഇപ്പൊ മുങ്ങി നടക്കുന്നു. ഞാനെല്ലാം പറഞ്ഞില്ലേ നിന്നോട്? എന്റെ അവസ്ഥ അതെനിക്കല്ലേ അറിയൂ. ഞാനിപ്പോ വിളിച്ചത് നിന്റെ ഒരു ഹെൽപ്പിനാ. എന്തേ? ഓക്കെ, ഡൺ. ഓക്കെ സർ, റെഡിയാണ് സർ. ആ, ഏത് കോള് വന്നാലും അറ്റൻഡ് ചെയ്യണം. ഇവിടുത്തെ സിറ്റുവേഷൻ പറഞ്ഞാൽ മതി, കേട്ടല്ലോ? ശരി. ശശി, ശശി, എന്താ കപ്പി? നമുക്കൊരു ഇച്ചിരി പരിപാടിയുണ്ട്. എൻ്റെ കൂടെ ഒന്ന് വരണം. എപ്പോഴാ? ഇപ്പോ. ഞാൻ റെഡി. വാ. എവിടെ അനാസ് മുഹമ്മദ്? അനാസ് മുഹമ്മദോ? അതാരാ? ഞങ്ങൾക്കറിയില്ല. കള്ളം പറയുന്നോ? ഇത് അനാസ് മുഹമ്മദിന്റെ വീടല്ലേ? നിങ്ങൾ അവന്റെ ആരാ? ആരുമല്ല, ഞങ്ങളിവിടെ പുതുതായി താമസിക്കാൻ വന്നവരാ. ഒരാളെടുത്തിരിക്കുന്ന വീട്ടിൽ വേറെ താമസക്കാരോ? സത്യം പറ, നിങ്ങൾ ആരാ? ആരാ നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നത്? ഉസ്മാൻ എന്നൊരു ബ്രോക്കറാ. അല്ല, എന്ത് കംപ്ലൈന്റാ ഞങ്ങളുടെ പേരിലുള്ളത്? എന്തിനാ അനാസിനെ നിങ്ങൾ? ഏയ്, കംപ്ലൈന്റ് ഒന്നുമല്ല. അനാസിന്റെ വീട്ടിൽ, അതും അവന്റെ സാധനങ്ങൾ ഇവിടെ ഇരിക്കുമ്പോ പുതിയ താമസക്കാർ. അത് മനസ്സിലാവുന്നില്ല. ലേഡീസ് ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്താൻ എന്താ കാരണം എന്നാ ചോദിച്ചത്. വൈ? ഫോർ വാട്ട്? ഭീഷണിയോ? എന്തു ഭീഷണി? വിമൻ സെല്ല് വിളിച്ച് ഞാൻ കംപ്ലൈന്റ് ചെയ്യും. സോറി, ഞങ്ങൾ വെറുതെ ഇതിലെ വന്നപ്പോ അനു ഞങ്ങളുടെ കോമൺ ഫ്രണ്ടാ. അവന്റെ ഒരു സ്ക്രിപ്റ്റ് ഇവിടെ ഇരിപ്പുണ്ട്, അതൊന്ന് എടുക്കാൻ. അതിന് നിങ്ങൾ അയാളുടെ ഫ്രണ്ടാണെന്ന് ഞങ്ങൾ എങ്ങനെ അറിയും? അതൊന്നും എടുക്കാൻ പറ്റില്ല. അയ്യോ, സോറി. ശശി, ഇപ്പൊ പോ. കുട്ടിക്ക് സീരിയൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? രണ്ടുപേർക്കും അഭിനയിക്കാം. ഞാനൊരു പുതിയ സീരിയൽ തുടങ്ങുന്നുണ്ടേ. നിങ്ങൾ ആരാ?
പോലീസോ അതോ? അതെ, പോലീസ് തന്നെ. എന്താ സംശയമുണ്ടോ? തൽക്കാലം ഞങ്ങൾ പോകുന്നു. വേണ്ടി വന്നാൽ ഇനിയും വരും. വാ കപ്പി. ഹായ് സർ. യെസ്, ടേക്ക് യുവർ സീറ്റ്. ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ കാര്യം സംസാരിക്കാനാണ് ഞാൻ. 3-4 ഓപ്ഷൻസ് ഉണ്ട്. സാറ് എത്ര എമൗണ്ട് ആണ് ഉദ്ദേശിക്കുന്നത്? 50 lakhs. ഗുഡ്. സാർ ക്യാഷ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടോ? ഞാൻ കൊടുത്തയച്ചിരുന്നു സാറിന് തരാൻ. മനസ്സിലായില്ല. അനാസ് മുഹമ്മദ്, സാറിന്റെ മകൻ. എന്താ കിട്ടിയില്ലേ? വാട്ട്? എൻ്റെ മകനോ? 50 ലക്ഷം? സോറി, നിങ്ങൾക്ക് ആള് തെറ്റിയതായിരിക്കും. സാർ, അതാണ് എൻ്റെ പ്രശ്നം. മൈ നെയിം ഈസ് അലക്സി. ഐ എം എ ബിസിനസ് മാൻ. 1 രൂപ ഞാൻ മുടക്കിയാൽ എനിക്കതിൽ 1.5 രൂപ കിട്ടണം. 50 ലക്ഷം മുടക്കിയാൽ 75എങ്കിലും ഇവിടെ എനിക്കത് കിട്ടിയിട്ടില്ല. ഈസ് മിസ്സിംഗ്. സോ യു മസ്റ്റ് ഗീവ് മീ ദ ആൻസർ. മകൻ വാങ്ങിച്ചു കൊണ്ടുപോയ 50 ലക്ഷത്തിൻ്റെ ഉത്തരം നിങ്ങൾ പറഞ്ഞേ പറ്റൂ. നീ ചോദിച്ചു 10ാം ക്ലാസ് പാസ്സാവാത്ത മാമച്ചനെങ്ങനെ ഇംഗ്ലീഷ് ഫിലോസഫി വിളമ്പുന്നു. സത്യമാണ് കുഞ്ഞെ. 17 കൊല്ലം ദുബായ് ദേര മാർക്കറ്റിൽ മാമച്ചൻ അറിയാവുന്ന പണി ഒന്നേ ഉള്ളൂ. തൂക്കുകയും പകുത്തും മാമച്ചൻ മീ വിറ്റ് സമ്പാദിച്ചു. കാശുണ്ടാക്കി കാര്യമല്ലെന്നേ ഈ ഫിലോസഫി. ജീവിതം അത് മുമ്പിൽ വന്ന് വെല്ലുവിളിക്കുമ്പോൾ നേരിടണം. ലൈഫ് ഈസ് എ ബാറ്റിൽ ഫീൽഡ്. ഇടയ്ക്ക് ഒരു കപ്പലിൽ കുക്കായി കൂടി ഒരു സായിപ്പിൻ്റെ. അയാൾ തുപ്പിയ ഇംഗ്ലീഷ് എൻ്റെ നാവിന് തുണയായി. അയാൾ വായിച്ചു മടക്കിയ പുസ്തകങ്ങൾ എൻ്റെ രാത്രിക്ക് കൂട്ടായി. എൻ്റെ മക്കളെന്നോട് ചെയ്ത് ഓർക്കുമ്പോൾ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പത്ത് വീതിച്ചു കൊടുക്കാൻ എനിക്ക് മനസ്സില്ല. ഞാൻ കേസ് കൊടുത്തു. ആർക്കാ ഛേദം? കേസ് ജയിച്ച 1 അല്ല 9 സിനിമയ്ക്കുള്ള പണം ഞാൻ തരും. മതി മതി. അച്ഛൻ ഫിറ്റായേ? ഐ ആം ഫിറ്റ്, ബട്ട് ഐ ആം നോട്ട് മിസ്ഫിറ്റ്. അച്ഛാ മതി. ഉള്ളിൽ തിളയ്ക്കുന്ന കടലുള്ളവർക്ക് ലഹരി ഒരിക്കലും മതിയാകില്ല. വേണ്ട. സ്മോൾ. അച്ഛൻ്റെ ഈ സ്നേഹം മാത്രം മതി. മക്കളെ, പേടിച്ച് മാളത്തിലൊളിക്കാൻ ആർക്കും പറ്റും. നേരിടണം. ഫേസ് ദ റിയാലിറ്റി. എൻ്റെ മക്കൾ എനിക്ക് തരാത്ത സ്നേഹം തന്നവനാ നീ. എൻ്റെ മേരിക്കുട്ടി എനിക്ക് തന്ന മോനാ നീ. രാവിലെ തന്നെ മഴക്കോടാണല്ലോ. ദേ എൻ്റെ കൈമൊഴി. കെപി, ഇന്നലെ എത്ര പ്രാവശ്യം നിന്നെ വിളിച്ചു? ഓൾവേസ് സ്വിച്ച്ഡ് ഓഫ്. ഞാൻ മുല്ലയ്ക്ക് വീട്ടിൽ പോയിരുന്നു. നീ പറഞ്ഞതൊക്കെ ശരിയാ. അവിടെ ഇപ്പോ 2 ചെത്തു പെമ്പിള്ളാരാ. അടിപൊളി ഷേപ്പ്. നിന്നെ ഫിഗർ നോക്കാനല്ല അങ്ങോട്ട് പറഞ്ഞയച്ചത്. അവരെവിടെ താമസമുണ്ടോ, അവരാരാ,
അതാ എനിക്ക് അറിയേണ്ടത്. അവരത്ര കുഴപ്പമുള്ള പിള്ളേരൊന്നുമല്ല. അവരെ അവിടെ കൊണ്ടുവന്നത് നമ്മുടെ ഉസ്മാനാ. ഉസ്മാനോട് ഞാൻ ചോദിച്ചു, നിന്നെ സേഫ് ആക്കാനാ അവൻ അവരെവിടെ കൊണ്ടുവന്നതെന്ന്. ഇതെന്റെ മഴമുറി. പനോലപ്പുറത്ത് മഴ കൊട്ടുന്ന താളം, തൂവാനം കൊണ്ട് ഇടയ്ക്കിടെ എന്നെ കൈനീട്ടി തൊടുന്ന മഴ. നമ്മുടെ ആദ്യ രാത്രി ഈ മഴമുറിയില്ല. ഇതുപോലൊരു ദിവസം മഴ നനഞ്ഞു വേണം. നിന്റെ മുറിയിൽ നിന്നിട്ടിട്ട് വീഴുന്ന മഴ, നിന്റെ ചുണ്ടിൽ തങ്ങി നിൽക്കുന്ന മഴത്തുള്ളി. മതി, എനിക്ക് തണുക്കുന്നു. മഴയ്ക്ക് തണുപ്പാണെന്ന് ആരാ പറഞ്ഞേ? നനുത്ത ചൂടാ, അരിച്ചു കയറുന്ന ചൂട്, മനസ്സിനെ ഉണർത്തുന്ന ചൂട്. മഴയുടെ രാജകുമാര, നീ എവിടാ? ജെസി, ജെസി, ഒന്ന് എണീക്ക്. ആരോ ഒരാള്. എണീക്ക് ജെസി, നമ്മുടെ വീട്ടിലേക്ക് ആരോ ഒരാള് കേറിയെന്ന്. എണീക്ക്. കേട്ടില്ലേ? കാറ്റത് ജനലടഞ്ഞായിരിക്കും. Ah!